ഇവിടെ കൊണ്ടുവരാനും നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാനും കഴിഞ്ഞത്. ഷോ ഇവിടെ വെച്ചാണ് ഇന്നല്ലേ ഷോ? ഇന്നാണ് ഇന്ന് 6:30 ഇന്ന് 6:30. അപ്പോൾ എനിക്കിനി അറിയേണ്ടത്, ലാലേട്ടൻ നമ്മുടെ മനസ്സിലെല്ലാം പതിഞ്ഞ ഒരു പകരക്കാരനില്ലാത്തൊരു വ്യക്തിത്വമാണ് ലാലേട്ടൻ. ലാലേട്ടൻ്റെ മോളായിട്ട് ഒരു സിനിമയിൽ എൻട്രി കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു ബ്ലെസ്സിങ് തന്നെയാണ് അല്ലേ? ദൈവം അനുഗ്രഹിച്ചു. ലാലേട്ടനോടുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യാം. അതിന് മുമ്പ് അൻസിബയുടെ ഒരു ഫാൻ എത്തിയിട്ടുണ്ട്, നമുക്ക് കോൾ എടുക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ ഇത്? അൻസിബയുടെ ഫാനാണോ? സംസാരിച്ചോളൂ. ഹലോ. Hi Ansiba, how are you? Hi, I'm fine. പുതിയ പ്രോജക്ട്സ് ഇപ്പൊ വിശ്വാസം അതല്ലേ എല്ലാം, പിന്നെ ഉത്തര ചെമ്മീൻ ഒരു പീരിയഡ് മൂവിയാണ്. ചേട്ടന്റെ പേരെന്താ? ഓക്കെ. ഇവിടെ ദുബായിൽ തന്നെ? ഓക്കെ. കുറെ വർഷമായോ? ഞാൻ നാട്ടില് കോഴിക്കോട്. അപ്പോൾ അതൊരു അൻസിബയുടെ ഫാനായിരുന്നു. ഞാൻ ചോദിക്കാൻ വെച്ചിരുന്ന കുറേ ചോദ്യങ്ങൾ പുള്ളി തന്നെ വെച്ചു, അപ്കമിങ് മൂവീസും അല്ല. അപ്പോൾ കണ്ടില്ലേ അൻസിബയുടെ ഒരു ഫാൻസിൻ്റെ ഒരു ഇത് കണ്ടില്ലേ? നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ലാലേട്ടനൊപ്പം ഉള്ള ഒരു എക്സ്പീരിയൻസ്. നെർവസ് ആയിരുന്നു? ഞാൻ ഫസ്റ്റ് ഡേ ഭയങ്കര നെർവസ് ആയിരുന്നു. പേടിയൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ദിവസം. എങ്ങനെ ആയിരിക്കും ലാലേട്ടനെ ആലോചിച്ച് മാത്രമല്ല, സെറ്റിൽ എന്ന് പറഞ്ഞാൽ എല്ലാം സീനിയർ ആർട്ടിസ്റ്റ്. അതെ, മീന ചേച്ചി, സിദ്ദിഖ, അങ്ങനെ എല്ലാവരും. അപ്പൊ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ പേടി. പിന്നെ ഞാൻ മാത്രമല്ല ന്യൂ കമർ, ആദ്യമായിട്ട് മൂവി ചെയ്യുന്ന ഒരാൾ. അതൊക്കെ എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് ഞാനിങ്ങനെ ലാലേട്ടനെ ഇങ്ങനെ കാണുമ്പോൾ, ലാലേട്ടൻ ഫസ്റ്റ് ഡേ വന്നപ്പോൾ ലാലേട്ടൻ ഹായ് അൻസിബ എന്ന് പറഞ്ഞിട്ട് ഷേക്ക് ഹാൻഡ് വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ലാലേട്ടനെ കാണുന്നത്. അപ്പൊ ഞാൻ അഭിനയിക്കാൻ വന്നതാണെന്നൊക്കെ മറന്നിട്ട് ഒരു സാധാരണ കുട്ടി മോഹൻലാൽ എന്ന് പറഞ്ഞൊരു ആക്ടറിനെ കണ്ട എന്തായിരിക്കും എക്സ്പ്രഷൻ, ആ രീതിയിൽ ഇങ്ങനെ കണ്ണുമിഴിച്ച് നിൽക്കായിരുന്നു. ലാലേട്ടൻ ഷേക്കാൻ വന്നിട്ട് ഞാൻ കൈ അവിടെ നിന്ന് എടുക്കുന്നില്ല, ഞാൻ ഈ കൈ ഇങ്ങനെ സ്റ്റക്കായി ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ ഷോട്ട് എടുക്കുന്ന സമയത്ത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഷോട്ടായിരുന്നു ലാലേട്ടൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ ഫസ്റ്റ് എടുത്തത്. അപ്പൊ അതെടുക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഈ കാലിങ്ങനെ ആട്ടുന്ന സ്വഭാവമുണ്ട്. ഞാനിങ്ങനെ കാലിങ്ങനെ ആട്ടി കളിക്കുമ്പോൾ പെട്ടെന്ന് ഇവിടെ അടിച്ചു. അപ്പൊ ഞാൻ അങ്ങനെ അന്തം വിട്ട് നോക്കിയപ്പോൾ പറഞ്ഞു, ഇത് രോഗമാണ്, റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം എന്നാണ് ഇതിന്റെ പേര്. ഇത് വലിയ രോഗമാണ്. പക്ഷേ അയ്യേ ഭക്ഷണം കഴിക്കുമ്പോൾ കാലാട്ടുന്ന കുട്ടിയോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി കൊല്ലും. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല അതപ്പോ കളിയാക്കലെന്ന് മനസ്സിലായിരുന്നു അതോ ടെൻഷനായോ? അപ്പോഴോ ആദ്യം ഞാൻ വിചാരിച്ചു സീരിയസ് ആയിട്ട് പറയാന്ന്. ഇത് കളിയാന്ന് എനിക്ക് മനസ്സിലായത് എപ്പോഴാന്ന് അറിയാം ഇത്. അപ്പൊ ഞാൻ അയ്യോ ഞാൻ അങ്ങനെ പേടിച്ചിരിക്കും. അപ്പൊ ലാലേട്ടൻ തന്നെ കളിയാക്കിക്കൊണ്ടേയിരിക്കും. എനിക്ക് ഇടപെടുന്നതിൽ ദുഃഖമുണ്ട്. ഞാൻ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് കേൾക്കുമായിരുന്നു, പക്ഷെ ഒരു കോൾ. ഓക്കെ ഓക്കെ. ഹലോ ഹലോ അൻസിബയോട് സംസാരിച്ചോളൂ. ആരാ ഇത്? എന്റെ പേര് അമിത് എന്നാണ്. ഹായ് അമിത്. എവിടെയാണ്? ദുബായിൽ എവിടെയാണ്? പിന്നെ ഓണമായിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങള്? എല്ലാവർക്കും ഓണം ആശംസകൾ. അൻസിബയുടെ മൂവീസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? അൻസിബയുടെ മൂവീസ് ദൃശ്യം കണ്ടിട്ടുണ്ട്, ഷീ ടാക്സി ദൃശ്യം കണ്ടിട്ടുണ്ട്, പിന്നെ വേറെ ഒന്ന് രണ്ട് മൂവീസ് കണ്ടിട്ടുണ്ട്. ഇഷ്ടമല്ലേ അൻസിബെ? തീർച്ചയായിട്ടും ഭാവിയുടെ വാഗ്ദാനം തന്നെ അല്ലേ? അല്ലേ? തീർച്ചയായിട്ടും ദൃശ്യത്തില് വളരെ നല്ല പെർഫോമൻസ് ആണ്. ഞാൻ ദൃശ്യം 3-4 തവണ കണ്ടു. നമ്മളിങ്ങനെ സസ്പെൻസ് അടിച്ച് മരിച്ചു പോണ ഒരു പടമല്ലേ? നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് വിങ്ങി പൊട്ടുന്ന ഒരു മൂവിയാണത്. ഞാൻ ഫസ്റ്റ് ദിവസം ഫസ്റ്റ് ഷോ കണ്ടാണ്. ഞാൻ മോഹൻലാൽ ഫാനാണ്. അപ്പൊ മോഹൻലാലിന്റെ മകള് തന്നെ ഇവിടെ നമ്മുടെ ഓണത്തോടനുബന്ധിച്ച് വന്നിട്ടുണ്ട്. എന്തെങ്കിലും സ്പെഷ്യലായി പറയാനുണ്ടോ അൻസിബയോട്? സ്പെഷ്യലായിട്ട് പറയുന്ന അൻസിബ കുറച്ചുകൂടി നല്ല ഇമ്പ്രൂവ്മെന്റ് ഒക്കെ കാഴ്ചവെക്കുന്നുണ്ട്. എസ്പെഷ്യലി ദൃശ്യത്തില് ആ ഒരു പാട്ട് വരുന്ന മോഹൻലാലിന്റെ ബാക്കിൽ പോയി അഭിനയിക്കുന്ന സീനുണ്ട് ആ പോലീസ് വരുമ്പോ. ആ സീന് ഞാൻ ഫസ്റ്റ് ദിവസം കാണുമ്പോ തിയേറ്ററിൽ ഭയങ്കര ക്ലാപ്പായിരുന്നു.
എനിക്ക് ഏറ്റവും കൂടുതൽ ആ പടത്തിൽ അപ്രിസിയേഷൻ കിട്ടിയ ഒരു ഷോട്ടായിരുന്നു അത്. അത് വളരെ 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 ബ്യൂട്ടിഫുൾ ആയിരുന്നു. Keep the good work and all the best to you and happy Onam. Thank you so much and same to you. Thank you. താങ്ക് യു. Thank you. Bye. ഓക്കെ. അപ്പൊ എത്ര സൂക്ഷ്മമായിട്ട് ആളുകള് അല്ല, എനിക്ക് ആ സിനിമ റിലീസ് ചെയ്ത് ഫസ്റ്റ് ഡേ എൻ്റെ അടുത്ത് കോൾ ചെയ്ത് എല്ലാവരും പറഞ്ഞ് ഒരു ഷോട്ട്, ഒരു എടുത്തു പറഞ്ഞ ഷോട്ട് അതായിരുന്നു. അപ്പോൾ ഇങ്ങനെ അഭിനയിക്കുന്ന സമയത്ത് ലാലേട്ടന്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു, കാലി തട്ടിയിട്ട് ഇതാക്കിയതൊക്കെ. അപ്പൊ കാലിത്തട്ടി ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ പേടിച്ചിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെ കളിയാക്കാം, അയ്യേ ഭക്ഷണം കഴിക്കുമ്പോ കാലാട്ടുന്ന കുട്ടി നോക്കി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇപ്പുറത്തേക്ക് വെറുതെ നോക്കിയതാ. ലാലേട്ടൻ ഇവിടെ ഇരിക്കുന്നു. ലാലേട്ടൻ ഭയങ്കര കാലാട്ടൻ. അപ്പോഴെനിക്ക് മനസ്സിലായത്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നെ പറ്റിച്ചതല്ല. അങ്ങനെയല്ല, കൊച്ചുട്ടിലാട്ടം പാടില്ല, നമ്മള് വലിയ ആൾക്കാർക്ക് കാലാട്ടി ഭക്ഷണം കഴിക്കാം. നമ്മളെപ്പോഴും ഒരു കംഫർട്ട് സോണിലേക്ക് ലാലേട്ടൻ കൊണ്ടുവരും. വളരെയധികം ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു ആക്ടർ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടേ ഇല്ല. അത് തന്നെ ആയിരിക്കും ആ മനുഷ്യന്റെ സക്സസിന് പിന്നിൽ ഒരു കാരണം. കാരണം വേറൊരു കാര്യം കൂടെ നമുക്ക് ന്യൂ കമേഴ്സിന് കണ്ട് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ആക്ടർ, അദ്ദേഹം അത്രയും ഡൗൺ ടു എർത്ത് ആണ്. അപ്പൊ നമ്മൾ എത്രത്തോളം ഡൗൺ ടു എർത്ത് ആവണം. അതെ അതെ, നമുക്കൊരു റോൾ മോഡലാണ് ശരിക്കും. ശരിക്കും നമുക്ക് വരാം, നമുക്കൊരു കോൾ എടുത്തിട്ട് മടങ്ങി വരാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ ഇത്? എൻ്റെ പേര് ബിജു എന്നാണ്. ബിജു, അൻസിബയോട് സംസാരിച്ചോളൂ. ഹലോ അൻസിബ. ഹലോ. ഹലോ. പറഞ്ഞോളൂ. ഞാൻ ദൃശ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒരൊറ്റ മൂവി മതി. താങ്ക് യു. നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് തമിഴിൽ എടുത്ത സമയത്ത് ആ കുട്ടിയാണെങ്കിൽ തമിഴ് ചെയ്ത കുട്ടി തമിഴിലൊരു സ്റ്റാറൊന്നുമല്ല. പക്ഷെ ദൃശ്യത്തിൽ അതിൽ ആ കുട്ടിക്ക് വരെ നന്നായിട്ട് ദൃശ്യത്തില് അൻസിമ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് അതിന് ഡേറ്റ് ക്ലാസ് കൊണ്ടുവന്നാണോ? അത് ഞാൻ ആദ്യം അതിന്റെ തെലുങ്ക് പതിപ്പാണ് എടുത്തത് ശരിക്കും. അപ്പോൾ ഞാൻ വേറൊരു മൂവി കമ്മിറ്റ് ചെയ്തു പോയി. കമ്മിറ്റ് ചെയ്ത കാരണം എനിക്ക് ഈ വെങ്കിടേഷ് സാറിന്റെ ഡേറ്റും എന്റെ ഡേറ്റും സെയിം ഡേറ്റ് ആയിരുന്നു. അപ്പോൾ വെങ്കിടേഷ് സാറിന്റെ ഡേറ്റ് മാറ്റാൻ പറ്റാത്ത കാരണം തെലുങ്ക് മിസ്സായിപ്പോയി. അപ്പൊ അതേ സമയത്ത് തന്നെ തമിഴിലേക്ക് ഓൾറെഡി കാസ്റ്റിംഗ് നടന്നു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെ തമിഴിലും തെലുങ്കിലും ചെയ്യാഞ്ഞത്. കാരണം ആ കുട്ടി സ്റ്റാറും അല്ലായിരുന്നു. പക്ഷെ അൻസിബ നന്നായിട്ട് ചെയ്ത് എന്തുകൊണ്ടാണെന്നുള്ളത് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഫോർ കോളിംഗ്. അപ്പൊ നമുക്ക് വരാം, ലാലേട്ടനിലേക്കും ഒക്കെ വരാം. ലാലേട്ടന്റെ കാര്യം പറഞ്ഞു. ജിത്തു എന്ന് പറയുന്ന ഡയറക്ടർ വളരെ ഒരുപാട് നല്ല മൂവി ചെയ്തിട്ടുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡയറക്ടർ. ആ സമയത്ത് തന്നെയാണ് ഒരു 100 days ഓടുന്ന സമയത്തായിരുന്നു ഇതിന്റെ ഒരു ഷൂട്ട് സ്റ്റാർട്ട്. അപ്പൊ അങ്ങനെ ഒരു ഡയറക്ടറിന് ഒരു ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ എന്തായിരുന്നു ഫീലിംഗ്? ദൃശ്യം ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ വെറും 2 ദിവസം മുന്നെയാണ് എന്നെ കാസ്റ്റ് ചെയ്യുന്നത് പടത്തിലേക്ക്. അപ്പോൾ ഞാൻ മെമ്മറീസിന്റെ പോസ്റ്റേഴ്സ് കണ്ടിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വരുന്നത്. മെമ്മറീസ് ഞാൻ അതിന്റെ തലേന്ന് കണ്ടു. മെമ്മറീസ് കണ്ടതിന്റെ പിറ്റേന്നാണ് എനിക്ക് കോള്, ജിത്തു സാറിന്റെ മൂവിയിലേക്ക് കാണണം. അപ്പോൾ ഇതുപോലെ ലാലേട്ടന്റെ മോളായിട്ടാണ് ഞാൻ ചെന്നു. ഞാൻ എക്സൈറ്റഡ് ആയിട്ടാണ് ചെന്നത്. ഞാൻ എന്നെ എടുക്കുന്നൊന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരുപാട് കുട്ടികളെ നോക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് 2 ദിവസം മുന്നേ അവസാനം എന്നെ സെലക്ട് ചെയ്തു. ഒത്തിരി കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു ഓഡിഷന്. അപ്പോൾ അവർക്ക് ഫീച്ചേഴ്സ് കറക്റ്റ് ആയിട്ട് കിട്ടണം. ഞാനിപ്പോൾ പറയാൻ വരുന്നത് നമ്മൾ ലാലേട്ടന്റെ മോളായിട്ട് കണ്ടത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. മുഖത്തിന്റെ ഷേപ്പൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മൾ ലാലേട്ടന്റെ ഒരു കുട്ടി പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇങ്ങനെ റൗണ്ട് ഫേസ് വേണം, അപ്പോൾ ചബ്ബി ആയിരിക്കണം, അപ്പൊ അങ്ങനെ ഫീച്ചേഴ്സ്. പിന്നെ മീന ചേച്ചിയായിട്ട് സാമ്യം വേണം, ഐസ് കുറച്ച് വലുതാണെങ്കിൽ നല്ലത്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കി ഇപ്പം എല്ലാം കൂടി ഒത്തുചേർന്ന് ഭാഗ്യം ഭാഗ്യം. പിന്നെ വേറൊരു കാര്യം, ലാലേട്ടന്റെ മീന ചേച്ചിന്റെ അത്രയും പൊക്കവും പാടില്ലായിരുന്നു കുട്ടിക്ക്. കാരണം +1 പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട്. അപ്പൊ അതും വേണമായിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കാം നല്ല പൊക്കുണ്ടാവണം ആക്ട്രസ് ആവാൻ എന്നൊക്കെ വിചാരിച്ച് നടക്കുമായിരുന്നു. അപ്പോൾ വിചാരിച്ചു മീഡിയം ഹൈറ്റിലൊന്നും സിനിമയിൽ ഇപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യൻ ഹീറോയിൻസ് ആണ് നല്ല ടോളായിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ അങ്ങനെ വിചാരിച്ചു. പക്ഷെ ഇതില് അവർക്ക് വേണ്ടത് ഇങ്ങനെ ആയിരുന്നു. അപ്പൊ അൻസിബ പ്രൂവ് ചെയ്തു പൊക്ക കുറവാണ്, എന്റെ പൊക്ക കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ. പിന്നെ ഫസ്റ്റ് ഷോട്ട് എന്തായിരുന്നു? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അല്ലേ? അല്ലല്ല, അത് ലാലേട്ടന്റെ കൂടെയുള്ള കോമ്പിനേഷൻ. ദൃശ്യം സിനിമേന്റെ തന്നെ ഫസ്റ്റ് ഷോട്ട് തന്നെ വെച്ചിട്ടായിരുന്നു എടുത്തത്. ശരി, എത്രാമത്തെ ഷോട്ടിന് ഓക്കെ ആയി? ഫസ്റ്റ് ഷോട്ട് തന്നെയാണ്. ഫസ്റ്റ് ഷോട്ട് ശരിക്കും 4 ടേക്ക് എടുത്തു വേറെ വേറെ രീതിയിൽ. പക്ഷെ ഫസ്റ്റ് എടുത്തത് തന്നെയായിരുന്നു സിനിമയിൽ ഉപയോഗിച്ചത്. ഓക്കെ. അപ്പോൾ അതില് ഞാൻ ഈ ക്രൈം ചെയ്തതിന് ശേഷം
പോലീസ് ഓഫീസേഴ്സ് എന്റെ സ്കൂളിൽ വന്നിട്ട് അഞ്ജുനെ കാണണം മീറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൾ വിളിക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് കേട്ടിട്ട് ഞാൻ ഫസ്റ്റ് മേ കം ഇൻ മാം എന്ന് പറഞ്ഞിട്ട് മാമിന്റെ ഡോറ് നോക്ക് ചെയ്യണ ഷോട്ടാണ് ഫസ്റ്റ് എടുത്തത്. സിനിമയ്ക്ക് ഫസ്റ്റ് ഷോട്ട് അതായിരുന്നു, പൂജ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഷോട്ട് അതായിരുന്നു. അപ്പൊ നല്ലൊരു ഐശ്വര്യമുള്ള നടിയെന്നും കൂടെയാണ് ഇതൊന്ന് പ്രൂവ് ആവുന്നത്. കാരണം ഫസ്റ്റ് ഷോ ക്യാമറ തന്നെ ഫസ്റ്റ്. അല്ല, ഞാനിത് ഷോട്ട് എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് ഫസ്റ്റ് ഷോട്ട് എന്നെ വെച്ചിട്ട് എടുത്തതെന്ന്. അപ്പൊ ആന്റണി ചേട്ടന്റെ വൈഫ് ശാന്തി ചേച്ചി, ആന്റണി പെരുമ്പാവൂർ പ്രൊഡ്യൂസർ. അപ്പൊ അദ്ദേഹത്തിന്റെ വൈഫായിരുന്നു ക്ലാപ്പ് ബോർഡ് അടിച്ചത് എന്റെ ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞപ്പോ ആന്റണി ചേട്ടൻ വന്ന് പറഞ്ഞു, അല്ല ഇത് ഫസ്റ്റ് ഷോട്ട് ആരാ വെച്ചിട്ട് പറഞ്ഞു, വേറെ ആരെയും വെച്ചിട്ടാണ് ഞാൻ വിചാരിച്ചത്. അല്ല, ഇതാണ് ആദ്യമായിട്ട് എടുത്ത ഷോട്ട്, പടം ഓടട്ടെ. ഞാൻ ഡെയിലി പ്രാർത്ഥന, അയ്യോ പടം ഭയങ്കര എനിക്ക് പേടിയാവാൻ തുടങ്ങി. എന്തായാലും പ്രാർത്ഥന ദൈവം കേട്ടു അല്ലേ. എത്ര ദിവസം ഓടിയത്? 100 ഡേയ്സിന്റെ മേലെ ഓടി. വലിയൊരു സക്സസ് തന്നെയാണ്. നമ്മുടെ പണ്ട് നമ്മൾ ചിത്രമൊക്കെയാണ് 100 ഡേയ്സ് ഓടി, ഒരു വർഷം അങ്ങനെയൊക്കെ. ചിത്രം, ന്യൂഡൽഹി, ഗോഡ് ഫാദർ, അതൊക്കെയാണ് ഒരു വർഷം. 100 ഡേയ്സ് അല്ല, ഒരു വർഷം. പക്ഷെ ഒരുപാട് നാളുകൾക്ക് ശേഷം. പക്ഷെ നമ്മളിപ്പോ ഉള്ള മൂവീസ് ഒക്കെ ഒരു 100 ദിവസം ഓടി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വർഷം ഓടിയ ഇമ്പാക്ട്. കാരണം അന്ന് തിയേറ്റേഴ്സ് ഇത്ര ഇല്ല. അതെ. ഇനി നമ്മുടെ അന്യഭാഷാ ചിത്രങ്ങൾ ഒരുപാട് തമിഴ് മൂവീസ് ചെയ്തിട്ടുണ്ടോ അറിയാം. എന്നാലും നമ്മുടെ NTV പ്രേക്ഷകർക്ക് വേണ്ടി ഏതൊക്കെ മൂവീസ് ചെയ്യുന്നുണ്ട്? ഇനി തമിഴിലേക്ക് പോകുന്നുണ്ടോ? ഞാൻ ആദ്യം ചെയ്തത് തമിഴിലാണ്. ഇങ്ങനെ റിയാലിറ്റി ഷോയിൽ വിന്നറായിട്ടുണ്ട്. ഫോട്ടോ കണ്ടിട്ട് കൊഞ്ചം വെയിൽ കൊഞ്ചം മഴ എന്ന് പറഞ്ഞിട്ട് മൂവി. ആ മൂവി ഒരു ഓഫ് ബീറ്റ് മൂവി ആയിരുന്നു. അപ്പോൾ അതിനൊരു പർട്ടിക്കുലർ ഓഡിയൻസ് കാണുമല്ലോ അല്ലേ. പക്ഷെ അതിൽ അഭിനയിച്ച് കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ അല്ല. പുതിയ ഡയറക്ടർ ആയിരുന്നു, പുതിയ ബാനർ ആയിരുന്നു, പുതിയ ആർട്ടിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് അത്രയും റീച്ച് ആവാൻ പറ്റിയിട്ടില്ല ആ മൂവിക്ക്. പക്ഷെ അതിലെ അഭിനയത്തിന് എനിക്ക് നടികർ സംഘത്തിന്റെ മികച്ച പുതുമുഖ നടിക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അത് കഴിഞ്ഞ് വീണ്ടും തമിഴ് പടം. അവാർഡ് കിട്ടിയ നടിയെ കാത്തൊരു ഫാൻ കാത്തിരിപ്പുണ്ട്. ഹലോ, ആരാ ഇത്? ആ, അൻസിബയുണ്ട്, സംസാരിച്ചോളൂ. ഹലോ, ആ ഹായ്. എന്താ ക്ലിയർ ആവുന്നില്ല കേട്ടോ. ഹലോ, ഒരുപാട് ഫാൻസ് താങ്ക് യു സോ മച്ച്. ശ്വാസം വേണം മനസ്സിലാക്കി. എന്താ നല്ലൊരു ചോദ്യമാ. പഠിക്കും. ഇന്ന് ഷോ ചെയ്യുന്നുണ്ട് അൻസിബ. അപ്പൊ ഷോയിൽ പാട്ടാണ് അല്ലേ? പാട്ട് ചെയ്യുന്നുണ്ട്, സ്കിറ്റ് ചെയ്യുന്നുണ്ട്. അതിലൊരു 2 വരി, ഒരു വരിയായാലും മതി. വേറെ ഏതെങ്കിലും പാട്ട് പാടിയാ മതി. എനിക്കും ഒരു നാവുണ്ടെങ്കിൽ എന്തു ഞാൻ വിളിക്കും നിന്നെ, എന്തു ഞാൻ വിളിക്കും, പ്രിയനെന്നോ പ്രിയതമനെന്നോ പ്രാണേശ്വരനെന്നോ. എനിക്കും ഒരു നാവുണ്ടെങ്കിൽ എന്തു ഞാൻ വിളിക്കും നിന്നെ, എന്തു ഞാൻ വിളിക്കും. ഹലോ, ആളവിടെ ഉണ്ടോ? മയങ്ങിയിരിക്കുവാന്ന്. അപ്പൊ കയ്യടി വരുന്നു. താങ്ക് യു. അപ്പൊ അൻസിബയുടെ എല്ലാ ഫാൻസിനും ഒരു ഓണം വിഷ് അല്ലേ? എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പൊ വിളിച്ച ഫാൻസിനോട് ഞാൻ പറയണു, ഇന്ന് ഷോ ഉണ്ട്. ഷോ ഉണ്ട്. 6:30 ഫ്രീ എൻട്രി ആണ്. പാസ് എവിടെ കിട്ടും? ആർക്ക് വേണമെങ്കിലും വരാം. കാലിക്കറ്റ് നോട്ട്ബുക്കില്, കാലിക്കറ്റ് പാരഗണില്, മലബാർ പാരീസില്, കേരള കാസിൽ, കൊക്കോറിവ, മലബാർ എക്സ്പ്രസ്, സൽക്കാർ, ഇവിടെയൊക്കെ ഇതിന്റെ പാസ് കിട്ടും. അൻസിബയുടെ ഫാൻസ് തീർച്ചയായിട്ടും പോവാ. ഇപ്പൊ വിളിച്ചത് തീർച്ചയായിട്ടും പോവാ അല്ലേ? ഡയറക്റ്റ് പാട്ട് കേട്ടതല്ലേ? അതെ. പിന്നെ ഈ ഷോയിൽ ആരൊക്കെയുണ്ട്? ഈ ഷോയില് ദൃശ്യത്തിൽ തന്നെ എന്റെ കൂടെ അഭിനയിച്ച നീരജ് മാധവ് ഉണ്ട്. നീരജ് മാധവ് എന്ന് വെച്ചാൽ നമ്മുടെ വില്ലനല്ല, അത് റോഷൻ, നമ്മുടെ ലാലേട്ടന്റെ ഓഫീസിലെ സ്റ്റാഫായിട്ട് കോമഡി ചെയ്ത നീരജ് മാധവ് ഉണ്ട്. പ്രേമത്തിലെ അവസാനം വരുന്ന മഡോണ ഉണ്ട്. പിന്നെ പാഷാണം ഷാജു ചേട്ടനുണ്ട്. പിന്നെ സീരിയൽ ആർട്ടിസ്റ്റുകളുണ്ട്. അർച്ചന വില്ലത്തിയായിട്ടൊക്കെ. പിന്നെ സ്വാസിക, അങ്ങനെ കുറെ പേരുണ്ട്. പിന്നെ
ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തേക്കുന്ന സീരിയലിലും സിനിമയിലും ഒക്കെ ചെയ്യുന്ന അംബിക ആന്റിയാണ്. അംബിക മോഹൻ നമ്മൾ ഒരുപാട് കണ്ട് പരിചയിച്ച മുഖമാണ്. ആന്റിയാണ് ഇത് കോർഡിനേറ്റ് ഡയറക്ഷൻ ചെയ്യുന്നത് ആന്റിയാണ്. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോൾ ഒരു സ്ത്രീ ശക്തിയാണ്. അതെ അതെ. അപ്പം നമ്മൾ തമിഴ് മൂവീസിനെ പറ്റി പറയുമായിരുന്നു. ഏത് ഇൻഡസ്ട്രിയാണ് കംഫർട്ട്? മീൻസ് ലാംഗ്വേജ് വൈസ് അല്ല ഞാൻ ചോദിക്കുന്നത്, റെസ്പെക്റ്റ് ആയാലും പൊതുവെ പറഞ്ഞു കേട്ടിട്ടുണ്ട് തമിഴിന് കുറച്ച്. ലാംഗ്വേജ് വൈസ് എനിക്ക് മലയാളം സംസാരിക്കുന്ന അതേ ഫ്ലോ തന്നെ എനിക്ക് തമിഴും സംസാരിക്കാൻ പറ്റും. ആഹാ, അത് കൊള്ളാലോ. തമിഴ്നാട്ടിൽ പഠിച്ചിട്ടുണ്ടോ? തമിഴ്നാട്ടിൽ പഠിച്ചിട്ടൊന്നുമില്ല. ഇപ്പം ഞാൻ പഠിക്കുന്നത് കോയമ്പത്തൂരാണ്. പക്ഷെ എനിക്ക് ആദ്യമേ ഞാൻ തമിഴ് സിനിമകൾ നല്ലോണം കണ്ട് എപ്പോഴും തമിഴ് ചാനലിന്റെ മുന്നിൽ പോയിരുന്ന് പടം കണ്ട് 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 തമിഴ് പഠിച്ചതാണ്. അപ്പോൾ തമിഴ് അങ്ങനെ അവർ സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ പറ്റും. അപ്പോൾ ചില ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ മലയാളിയാണെന്ന്. ഇപ്പം ഞാൻ തമിഴ് മൂവി ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ഞാൻ തമിഴിൽ തന്നെ സംസാരിക്കുമ്പോൾ അവിടെ ഉള്ളവരൊക്കെ ചോദിക്കും എവിടെയാ വീട്, തമിഴ്നാട്ടിലാണോ? അപ്പൊ ഞാൻ പറയാം കുംഭകോണമാണ്. ഇവര് വിശ്വസിക്കും. ഒട്ടും പിന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം, അയ്യോ സോറി കേട്ടോ ഞാൻ മലയാളിയാണ്. ഞാൻ അവരെ സ്ലാങ്ങും ഫോളോ ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. എനിക്ക് തമിഴ് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഡേയ്സ് എങ്ങനെയാണ്? തമിഴിലാണോ കൂടുതൽ എടുക്കുന്നത് ഷൂട്ടിംഗ്? ഇപ്പൊ മലയാളത്തിലാണെങ്കിൽ ഇപ്പൊ ദൃശ്യം ഷൂട്ടിംഗ് കഴിഞ്ഞത് 34 days കൊണ്ട് ഷൂട്ട് തീർന്നു. പക്ഷെ മലയാളത്തിൽ മാക്സിമം ഒരു 45-50 ദിവസം കൊണ്ട് ഷൂട്ട് തീരും, മാക്സിമം ആണ്. പക്ഷെ 34-35 ഡേയ്സിലൊക്കെ തീരുന്നുണ്ട് മൂവീസ്. പക്ഷെ തമിഴ് എന്ന് പറഞ്ഞാൽ മിനിമം 2 months എടുക്കും പടം തീരാൻ, മിനിമം. പിന്നെ ലോങ് വേ പോയി കഴിഞ്ഞാൽ 2 years 3 years. ഇപ്പൊ ബാഹുബലി ഒക്കെ കണ്ടില്ല, 3 years. അത് പിന്നെ അതിന്റെ ആർട്ട് വർക്ക്സ്, തമിഴിന് ആർട്ട് വർക്ക്സ് കുറെ ഉണ്ടാവും. സോങ്ങിന് വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിൽ പോകും. സോങ് തന്നെ ഷൂട്ട് ചെയ്യാൻ അവർ കുറെ ദിവസം എടുക്കും. പിന്നെ ഫൈറ്റ് ഷൂട്ട് ചെയ്യാൻ വേറെ കുറെ ദിവസം. അപ്പൊ അങ്ങനെ എല്ലാം സെപ്പറേറ്റ് എടുക്കുന്നതുകൊണ്ട് ലോങ് ഷെഡ്യൂളാണ്. അപ്പൊ ഇപ്പൊ പാട്ട് പാടിയപ്പോഴാണ് വളരെ നല്ല ശബ്ദമുണ്ട്. ഡബിങ് തന്നെയാണ് ചെയ്യുന്നത്? ഡബിങ് ചെയ്യുന്നത് ആദ്യം മുതലേ? അതെ, ഞാൻ ഡബിങ് ചെയ്യുന്നത്. ഡബിങ് ഒരു രണ്ടാമതൊരു അഭിനയമാണെന്നൊരു അഭിപ്രായമുണ്ടോ? ശരിക്കും അതേ എക്സ്പ്രഷൻ? അതിനേക്കാളും അതിന്റെ നമ്മള് ശരിക്കും ആക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര അഭിനയിച്ചോ അതിന്റെ ഡബിൾ ചെയ്യണം നമ്മള് ഡബ് ചെയ്യുന്ന സമയത്ത്, എന്നാലേ ആ ഫീലിലേക്ക് വരുള്ളൂ. മാത്രമല്ല ദൃശ്യം എന്ന മൂവി എന്ന് വെച്ചാൽ ഒരുപാട് ഇമോഷൻസ് ഉള്ള മൂവിയാണല്ലേ. നമ്മൾ ഒരുപാട് ഓവർ എക്സ്പ്രസീവ് ആവാനും പറ്റില്ല, എന്നാൽ ഒരുപാട് ടെൻഷൻ ആയിരുന്നു. എൻ്റെ അടുത്ത് ജിത്തു സാർ ആദ്യം പറയുന്നത് ഡയലോഗ്, ഒരു ആക്ട്രസിന്റെ അഭിനയം അളക്കുന്നത് ഒരിക്കലും ശബ്ദത്തിലല്ല, നമ്മളെ അതായത് സൈലന്റ് ആക്ടിങ് എന്ന് പറഞ്ഞാൽ സൈലന്റ് ആക്ടിങ് ഉണ്ട്. ഒരു ക്ലോസപ്പ് ഷോട്ടില് ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്നത് ആരാണോ, ക്ലോസപ്പ് ഷോട്ടില് ഡയലോഗ് ഒന്നും ഇല്ലാണ്ട് ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്നത് ആരാണോ ആ വ്യക്തിയാണ് ഏറ്റവും നല്ല ആക്ടർ ഓർ ആക്ട്രസ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ലാലേട്ടൻ്റെയും മമ്മൂക്കൻ്റെ ഒക്കെ മൂവി എടുത്ത് നോക്കിയാൽ അവരെ ഈ ഫീലിങ്സ്, അതായത് കരയുന്ന ഷോട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിയാക്ഷൻ നമുക്ക് കൺവേ ആവുന്നുണ്ട്, അവർക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് ആക്ട്രസിന്റെ ഒരു ആക്ടറിന്റെ കഴിവ്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് ആദ്യമേ പറയുന്നത് ഇത് സെറ്റിൽഡ് ആയിട്ട് ചെയ്യണം, അതായത് 1 inch മേലോട്ടും പോകാൻ പാടില്ല, 1 inch താഴോട്ടും പോകാൻ പാടില്ല. എന്നാ ഈ കുട്ടി കള്ളം പറയും വേണം, എന്നാ പാവം കുട്ടിയാണ്, രക്ഷപ്പെടാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്, എന്നാ പോലീസിന്റെ അടുത്ത് പോലും കള്ളം പറയണം, എന്നാ പേടിയുണ്ട്, ആ പേടി ഉണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നണം, എന്നാ പോലീസിന് തോന്നാൻ പാടില്ല. അപ്പൊ ആ രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ടെൻഷൻ അടിച്ച് ചെയ്തതാണ് ഒരു ഷോട്ട്. അപ്പൊ ആ ടെൻഷനും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പടം കണ്ടവർ പറഞ്ഞു, ഓ എന്റെ അടുത്ത് പറഞ്ഞു ഭയങ്കര കണ്ടിന്യൂറ്റി ആയിരുന്നു പടം, ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ആ വെപ്രാളം. ഞാൻ പറഞ്ഞു ആ വെപ്രാളം ശരിക്കും ഉണ്ടായിരുന്നു, കാരണം ഇത് ഓവർ ആക്ട് ആവാനും പാടില്ല എപ്പോഴും. പിന്നെ ജിത്തു സാറാണെങ്കിൽ മൈന്യൂട്ട് മിസ്റ്റേക്ക് പോലും കണ്ടെത്തി അപ്പൊ കട്ട് പറയും. സാറ് മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ നന്നായിട്ട് ചെയ്യാൻ പറയും. അൻസിബയുടെ മിസ്റ്റേക്ക് കൊണ്ട് ഒരു കട്ട് വന്ന് റീടേക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ടോ ലാലേട്ടനും കൂടെ കോമ്പിനേഷൻ സീനില്? ദൃശ്യത്തിനെ സംബന്ധിച്ച് ആർക്കും അതിന് റീടേക്ക് വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷോട്ടിന്റെ മുന്നേ ഒരു തവണ മിനിമം ഒരു തവണയെങ്കിലും നമ്മൾ റിഹേഴ്സൽ ചെയ്യും. 2 തവണ റിഹേഴ്സൽ ചെയ്തിട്ടാണ് ഞങ്ങൾ ഷോട്ട് ചെയ്യുന്നത്. പിന്നെ അതുവരെ സംസാരമൊക്കെ ഉണ്ടെങ്കിലും ക്യാമറ എല്ലാം ഓൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സീരിയസ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു ലൊക്കേഷനിൽ. കാരണം അങ്ങനെയുള്ളൊരു മൂവി ആയതുകൊണ്ട് ചെറിയൊരു മിസ്റ്റേക്ക് പോലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള കാരണം നമ്മൾ അത്രയും സൂക്ഷിച്ച്, പിന്നെ ക്യാരക്ടേഴ്സ് മാത്രമാണ് അവിടെ എല്ലാവരും, അതുകൊണ്ട് റീടേക്സ് ആർക്കും വന്നിട്ടില്ല. അതുകൊണ്ടായിരിക്കും അൻസിബ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അഞ്ചു എന്ന് ഓർമ്മ. എന്നെ ഇപ്പോഴും ഞാൻ വേറെ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ വേറെ വീട്ടിൽ ഷൂട്ടിന് പോയി, അപ്പോൾ ഒരു കൊച്ചുകുട്ടിയുണ്ട്. അപ്പോൾ ആ കുട്ടി ഓടി വന്നിട്ട് അഞ്ചു ചേച്ചി എന്ന് വിളിക്കണം. അപ്പം ഞാൻ പറഞ്ഞു മോളെ അഞ്ചു അല്ല പേര്, എൻ്റെ വീട്ടിൽ അനു എന്നാണ് വിളിക്കുക. അപ്പോൾ അനു ചേച്ചി എന്ന് വിളിച്ചു തന്നു. ഈ കുട്ടി പറഞ്ഞാൽ ശരി ചേച്ചിന്ന്, എന്നാലും മോള് പിന്നെ എന്നെ കാണും അഞ്ചു ചേച്ചി. അത്രയ്ക്ക് നമ്മുടെ മനസ്സിൽ പതിഞ്ഞ ആ ക്യാരക്ടറാണ് കൂടുതൽ. ശരി, നമ്മുടെ ഷോയുടെ സമയം ഏകദേശം നമുക്ക് ഇവിടെ അവസാനിക്കാറിയാം. ഫാമിലിയെ പറ്റി. ഫാമിലി ഞങ്ങൾ 6 മക്കളുണ്ട്. ഉമ്മ, ഉപ്പ, ഒരു ഇക്കാക്ക,
പിന്നെ സെക്കൻഡ് ഞാനാണ്, 3 അനിയന്മാര്, 1 അനിയത്തി, പിന്നെ ഗ്രാനി ഉണ്ട് വീട്ടില്. ആദ്യം ജോയിന്റ് ഫാമിലി ആയിരുന്നു, പിന്നെ ഇപ്പൊ കുറച്ചായി ഞങ്ങള് എല്ലാരും സെപ്പറേറ്റ് ആയി. ഇപ്പൊ എവിടെ കോഴിക്കോട് തന്നെയാണോ? എന്റെ പ്രോപ്പർ കോഴിക്കോട് കല്ലായി ആണ് പ്രോപ്പർ സ്ഥലം. ഇപ്പോഴും അവിടെ തന്നെ കോഴിക്കോട് ഷൂട്ടിംഗ് ബേസ് ആയിട്ട് എറണാകുളം ഒന്നും സെറ്റിൽ ആവുകയൊന്നും ചെയ്തില്ല? എപ്പോഴും എല്ലാരും പറയും, ഞാനിപ്പോ എപ്പോഴും കാലിക്കറ്റ് കൊച്ചിനാണ് ട്രാവൽ ചെയ്യുന്നത്. കാലിക്കറ്റ് കൊച്ചിൻ ചെന്നൈ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും എല്ലാരും പറയും കൊച്ചിയിലേക്ക് വന്നൂടെ എന്ന്. എന്തൊക്കെയാണെങ്കിലും എല്ലാവർക്കും നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലം ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കും. അപ്പൊ എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. അപ്പൊ അത് വിട്ടു വരാൻ ഇപ്പോഴും പറ്റണില്ല. അപ്പോൾ NTVയുടെ ഭാഗത്തുനിന്നും NTV പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നും ഇന്നത്തെ ഷോയ്ക്കും ഇനി അൻസിബയ്ക്ക് വരാൻ പോകുന്ന എല്ലാ പ്രോജക്റ്റുകൾക്കും മനസ്സ് നിറഞ്ഞ ആശംസകൾ നേരുന്നു. ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. ഇനിയും ലാലേട്ടനോടൊപ്പം എല്ലാ സ്റ്റാറുകളോടൊപ്പം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള എല്ലാവരോടൊപ്പവും അൻസിബയ്ക്ക് അഭിനയിക്കാൻ പറ്റട്ടെ. ഇന്നത്തെ ഷോ അംബിക മോഹൻ കോർഡിനേറ്റ് ചെയ്യുന്ന ഇന്നത്തെ ഷോ ഒരു ഗ്രാൻഡ് സക്സസ് ആവട്ടെ. തീർച്ചയായിട്ടും അൻസിബ ഹസൻ ഇന്ന് ഇവിടെ വന്നത് NTV പ്രേക്ഷകർക്ക് NTVയുടെ ഭാഗത്തു നിന്നുള്ളൊരു ഓണം സമ്മാനം തന്നെയാണ്. ഫാൻസ് എല്ലാം ഇന്ന് പോവുക. ഞാൻ പറഞ്ഞു എവിടെയൊക്കെ പാസ് കിട്ടുമെന്ന്. എല്ലാവരും പോവുക, അൻസിബയുടെ ഷോ കാണുക. അപ്പോൾ അൻസിബ നന്ദി, ഒരുപാട് നന്ദിയുണ്ട് വന്നതിൽ, സംസാരിക്കാൻ പറ്റിയതിൽ. അപ്പോൾ നമ്മുടെ സാരഥിയുടെ സമയം ഇവിടെ അവസാനിക്കുന്നു. ദിസ് ഈസ് മീ ഷോജ സൈനിങ് ഓഫ് വിത്ത് അൻസിബ.